മസാല ഇല്ലാത്ത ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മസാല ഇല്ലാത്ത ചിക്കൻ ഫ്രൈ, അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, ഞാൻ 1.5 കിലോ ചിക്കൻ കാലാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് 1.5 കിലോയാണ്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ ഇതുപോലെ തന്നെ നല്ലൊരു മിക്സി മോൾ എടുക്കുക. അതിനുശേഷം ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതാണ് പാപ്രിക്ക. ഇത് സ്മോക്ക്ഡ് പാപ്രിക്കയാണ്. ഇത് കടകളിലൊക്കെ കിട്ടുമായിരിക്കും, നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ കിട്ടുമായിരിക്കും. ഇത് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് പാപ്രിക്ക സ്മോക്ക്ഡ്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. പിന്നെ ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ ടീസ്പൂണോത്തോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇത് ചീകിയിട്ട് കൊടുക്കുക. നാരങ്ങ ചീകി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ നാരങ്ങ തന്നെ നമുക്ക് മുറിച്ച് അതിന്റെ നീര് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഈ സ്പൈസ് മസാല നന്നായിട്ട് കൂട്ടി നമ്മൾ എപ്പോഴും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ലതായിട്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ട് മസാല ഇല്ലാത്ത ഒരു ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നന്നായിട്ട് മിക്സായി. അതിനുശേഷം നമുക്കിത് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എളുപ്പത്തിനായി ഞാൻ കൈക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായി മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റിന് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ റെഡിയായി. നമുക്കിനി ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായി ഞാൻ ഒരു പാൻ നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ള, അധികം ഓയിലിന്റെ ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് പാൻ നന്നായി ചൂടായി. അതിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇതേപോലെ നേരെ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നിലവിൽ ഒരു 10 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇടയ്ക്ക് ചിക്കൻ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുന്ന നല്ലതായിരിക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും മറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി മൂടി വെക്കാണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഇരുത്തി നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഓയിലെല്ലാം പറ്റി നല്ല അടിപൊളിയായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം ഒരു 25 മിനിറ്റോളം കുക്കിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ലെഗ് പീസ് ആയാലും നന്നായിട്ട് കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ചട്ടിയിൽ അടി പിടിക്കും. നമുക്കിതിനി അടുത്തതായി നമുക്കിത് നമ്മുടെ സേവൻ ഡിഷിലേക്ക് നമുക്ക് മാറ്റാം.